സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റം തോന്നിയിരുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ലോകത്തൊരു നേതാവിനെയും അനുയായികൾ ഇത്രയധികം സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ഒരു അനുയായി സമൂഹത്തെയും ഒരു നേതാവ് ഇപ്രകാരം സ്നേഹിച്ച ചരിത്രം ലോകത്തെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അതായിരുന്നു അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ റസൂലിന്റെ സങ്കടങ്ങൾ സ്വഹാബത്തിന്റെ നൊമ്പരങ്ങളായിരുന്നു. ആ റസൂലിന്റെ പണി സ്വഹാബത്തിന്റെ പണിയായിരുന്നു. ആ റസൂലില്ലാത്ത മദീനയിൽ കഴിയാൻ കൂട്ടാകാത്ത എത്രയോ സഹാബത്ത്, പ്രധാനമായും മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു, മദീനയിൽ മുത്തുനബിയില്ലാത്ത മദീനയിൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് സാധിക്കുമായിരുന്നില്ല. അത്രയധികം പ്രണയമായിരുന്നു മഹാനായ ബിലാൽ തങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. അങ്ങനെ ഒന്ന് സ്നേഹിക്കാൻ ലോകത്തൊരാൾക്കും ഒരു നേതാവിനെയും ഒരനുയായിക്കും കഴിയില്ല. ബിലാൽ റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ വഫാത്തിന്റെ ഉടനെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ ചെന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ അബൂബക്കർ, അങ്ങ് എന്നെ എന്തിനാണ് അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചത്? നമ്മൾ ആലോചിക്കണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് ഉമയ്യത്തിന്റെ കിങ്കരന്മാർ മക്കയുടെ മണലാരുണ്യത്തിൽ മലർത്തി കടത്തി നെഞ്ചിൻ കൂട്ടിൽ ചൂടുള്ള കല്ലുകൊണ്ട് ആഞ്ഞാഞ്ഞ് പ്രഹരിക്കുമ്പോഴും അല്ലാഹു അഹദ് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച മഹാനാണ് ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു. ആ ബിലാലാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ചോദിക്കുന്നത്, ബിലാൽ, അബൂബക്കർ എന്നവരെ, അങ്ങെന്നെ മോചിപ്പിച്ചത് പടച്ച റബ്ബിന് വേണ്ടിയാണെങ്കിൽ എനിക്ക് മദീനയിൽ നിന്ന് പോകാൻ എനിക്ക് അനുവാദം നൽകണം. അതല്ല, അങ്ങയുടെ കാര്യസാധത്തിന് വേണ്ടിയാണ് എന്നെ അങ്ങ് മോചിപ്പിച്ചതെങ്കിൽ അങ്ങ് പറയുന്നതനുസരിച്ച് മദീനയിൽ കഴിയാൻ ഞാൻ ഒരുക്കമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന് സമ്മതം കൊടുക്കാതെ വയ്യെന്നായി. കാരണം അല്ലാഹുവിന്റെ വജഹ് വിചാരിച്ചിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമയ്യത്തിന്റെ കരങ്ങളിൽ നിന്ന് ബിലാൽ തങ്ങൾക്ക് അടിമത്വ മോചനം വാങ്ങിക്കൊടുത്തത്. ബിലാൽ തങ്ങളുടെ നൊമ്പരം, ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയില്ലാത്ത മദീനയിൽ കഴിയാൻ ഒരു നിമിഷം പോലും ആഗ്രഹിച്ചില്ല. അത്രയധികം മദീനയോട് വെറുപ്പുണ്ടായിട്ടല്ല പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങളില്ലാത്ത മദീനയിൽ എങ്ങനെ കഴിയാനാണ് എന്ന് ചിന്തിച്ചിട്ടാണ് മഹാനായ ബിലാൽ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മദീനയിൽ നിന്ന് യാത്ര പോകുന്നത്. മണിമോത്ത് റസൂലിന്റെ വിയോഗത്തിൻ കഥ കേട്ട് ഒളിവർ പൂവിലാലെന്ന് തകർന്ന് തേങ്ങി പുണ്യ മദീനക്ക് വിട ചൊല്ലി നടന്നു നീങ്ങി. മണിമോത്ത് റസൂലിന്റെ അസ്ഹാബികളെയൊന്നും കരുതിയിടല്ല. എന്റെ ഹൃദയത്തിനിതു താങ്ങാൻ കരുത്തുമില്ല. അടിമയാടിനെ അടിതെറ്റും വിധിയിന്ന് ഇശൽബാഗി റസൂൽ നാമം വിളിക്കാൻ വയ്യ. എന്റെ ഇശ്ഖിന്റെ മുഖം കാണാതിരിക്കാൻ വയ്യ. മണിമൊത്ത് റസൂലിന്റെ വിയോഗത്തിൻ കഥ കേട്ട് ഒളിവർ പൂവിനാലെന്ന് തകർന്ന് തേങ്ങി പുണ്യ
മദീനക്ക് വിട ചൊല്ലി നടന്നോ നീങ്ങി. കുയിൽനാദം അകന്നു പോയി, ഇശൈമാരി മുറിഞ്ഞു പോയി. ഇനിയാര് മദീനയെ ഉണർത്തുമെന്ന് ബാങ്കിൻ ഇശലോതി മദീനയെ വിളിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ബിലാൽ റളിയല്ലാഹു തആല അൻഹു യാത്ര പോയിട്ട് പിന്നെ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നത്തിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ബിലാൽ നീ എന്നോട് പിണക്കമാണോ? പിന്നെ പ്രഭാതമാകാൻ കാത്തുനിന്നില്ല മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. നേരെ ഉണർന്ന് മദീനയിലേക്ക് വന്നു. മദീനയിൽ വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്ത് ബിലാൽ തങ്ങളെ കണ്ടപ്പോ നിറഞ്ഞ മനസ്സോടെ മുത്തു ഹബീബിന്റെ പ്രിയപ്പെട്ട ഹബീബിനെ എന്തെന്ന് ചോദിച്ചാൽ മക്കം ഫതഹിന്റെ വേളയിൽ പോലും ഈ ബിലാൽ തങ്ങളെയാണ് കഅബാലയത്തിന്റെ താക്കോൽ തുറക്കാൻ, വാതിൽ തുറക്കാൻ വേണ്ടി അന്വേഷിച്ചത്. ചരിത്രം വളരെ കൃത്യമാണ്. മക്കം ഫതഹിന്റെ വേളയിൽ സൽമാനുൽ ഫാരിസി, ചുമന്നവനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ട്, കുടുംബ മഹിമ കൊണ്ട് ഉന്നതനായ അബൂ സുഫിയാൻ ഉണ്ട്. പക്ഷേ കഅബാലയത്തിന്റെ താക്കോൽ തന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത്, ഐന ബിലാൽ, ബിലാൽ എവിടെയാണ്? ബിലാൽ ഇങ്ങനെ മാറി നിൽക്കുന്നു. ബിലാലെ, ഈ കഅബാലയത്തിന്റെ വാതിലങ്ങ് തുറക്കൂ എന്ന് പറഞ്ഞപ്പോൾ ബിലാൽ തങ്ങൾ മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ അങ്ങനെ പരിഹസിക്കുകയാണ് നബിയെ? ഇത്രയും സഹാബത്തുള്ളപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ, മഹാനായ സൽമാനുൽ ഫാരിസിയെ പോലെ ഇവരൊക്കെ ഉള്ളപ്പോൾ എന്നെ ഏൽപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖം വിവർത്തമായത് കണ്ടപ്പോ പെട്ടെന്ന് ചെന്ന് ആ കരങ്ങളിൽ നിന്ന് താക്കോൽ വാങ്ങി ഉയരത്തിലേക്ക് കയറാൻ പൊക്കം അനുവദിക്കാത്തത് കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ എടുത്തുയർത്തിയതുപോലെ ആ കഅബാലയത്തിന്റെ വാതിൽ തുറക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ നിയോഗിച്ചത് ബിലാൽ തങ്ങളെയാണ്. മദീനയിൽ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം ബിലാൽ തങ്ങൾ തിരിച്ചു വന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കേൾക്കണം, അല്ലാഹുവിന്റെ റസൂൽ വന്ന് റസൂലിന്റെ ഹബീബ് വന്നപ്പോ എല്ലാവർക്കും ആവശ്യപ്പെടാനുണ്ടായിരുന്ന ഒരേ ഒരു കാര്യമാണ്, ബിലാൽ അങ്ങൊന്നുകൂടി ബാങ്ക് കൊടുക്കോ, അങ്ങൊന്നുകൂടി ബാങ്ക് കൊടുക്കോ. മദീന പള്ളിയിൽ ആർക്കും എല്ലാവരുടെയും ആവശ്യം സ്വീകരിക്കണമെന്നുണ്ട്. മഹാനായ ബിലാൽ തങ്ങൾ പറഞ്ഞു, എനിക്കത് കഴിയില്ല. റസൂലുള്ളാഹി തങ്ങളുടെ പേര് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പേര് പറയാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് എല്ലാവരുടെയും നിർദ്ദേശങ്ങളെ, എല്ലാവരുടെയും ആവശ്യങ്ങളെ മാറ്റിവെക്കുമ്പോഴും മുത്തുനബിയുടെ പേരമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഓടി വന്ന് രണ്ട് കരങ്ങളിൽ അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ചിട്ട് ബിലാൽ തങ്ങളോട് പറഞ്ഞത്, യാ ബിലാൽ, അങ്ങൊന്ന് പങ്കു കൊടുക്കണം. അങ്ങയുടെ സ്വരമാതിരിയുള്ള സ്വരഭംഗിയുള്ള ആ ഒരു വാങ്കുളി ഒന്നുകൂടി ഞങ്ങൾക്ക് കേൾക്കണം എന്നാ മക്കൾ പറഞ്ഞപ്പോൾ മുത്തുനബിയുടെ പേരമക്കളാണ് പറഞ്ഞത്, ഹസൻ ഹുസൈനാണ് പറഞ്ഞത് എന്നതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ അവർക്ക് പറ്റിയില്ല. ബിലാൽ തങ്ങൾ മദീനയിൽ റസൂലുള്ളാഹി തങ്ങൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുമ്പോൾ കയറി നിൽക്കുന്ന തട്ടുപുറത്ത് കയറി നിന്നു. ബാങ്കുവിളി തുടർന്നു. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പേര് പൂർത്തിയാക്കുന്നതിന് മുൻപ് ബോധരഹിതനായി അവിടെ പിടഞ്ഞു വീഴുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹവാചനമാകുന്ന ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ വിയോഗത്തിന് ശേഷം ആ പേര് പറയാൻ പോലും പ്രാണിയില്ലാത്ത, മനസ്സുറപ്പില്ലാത്ത അവസ്ഥയിലേക്ക് സ്നേഹത്തിന്റെ തിരതള്ളലിൽ മഹാനായ ബിലാൽ തങ്ങൾ മാറിയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളുടെ ഹൃദയത്തിൽ മുത്തുനബിയോട് സ്നേഹമുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം. ഈ മജ്‌ലിസ് അതിന് കാരണമാക്കി കബൂലാക്കുമാറാവട്ടെ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മുത്തുനബി ഇതുപോലെ സ്നേഹിച്ച ഒരു അനുയായിയെ നമുക്ക് ജീവിതത്തിൽ കാണാൻ കഴിയില്ല. റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്രയധികം സ്നേഹിച്ച മറ്റൊരു നേതാവിനെ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്ര വലിപ്പമുള്ള സ്നേഹത്തിന്റെ ഉടമയായിരുന്നു മഹാനായ ബിലാൽ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, അബൂബക്കറെ മാദാ തുഹിബ്ബു ഫി ദുനിയ, ദുനിയാവിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തൊക്കെയാണ്? സിദ്ദീഖ് അക്ബർ തങ്ങളോടാണ് ചോദ്യം. ദുനിയാവിൽ നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അഹബ്ബു മിനദ് ദുനിയ സലാഹുൻ, ദുനിയാവിൽ എനിക്ക് 3 കാര്യങ്ങളാണ് ഇഷ്ടം. ഈ ദുനിയാവിൽ എനിക്ക് 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. അൽ ജുലൂസു ബൈന യദൈക യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുമ്പിൽ ഇരിക്കൽ, അങ്ങിരിക്കുന്ന മജ്ലിസിൽ, അങ്ങയുടെ മുമ്പിൽ ഇരിക്കൽ. വന്നദറു ഇലൈക യാ റസൂലല്ലാഹ്, അങ്ങയുടെ പരിപാവനമായ ആ പൂമുഖത്തേക്ക് ഒന്ന് നോക്കിയിരിക്കൽ. വഇൻഫാഖു മാലി അലൈക യാ റസൂലല്ലാഹ്, എന്റെ സമ്പത്ത് മുഴുവൻ, എനിക്ക് റബ്ബ് നൽകിയ നിഅമത്താകുന്ന സമ്പത്ത് മുഴുവൻ അങ്ങേക്ക് വേണ്ടി, അങ്ങ് ആവശ്യപ്പെടുന്നത് പ്രകാരം ചെലവഴിക്കൽ. ഈ 3 കാര്യങ്ങളാണ് ദുനിയാവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇരിക്കുക, സദസ്സിൽ ഇരിക്കുക, നബിയിലേക്ക് നോക്കുക, നബിക്ക് വേണ്ടി, മുത്തുനബിക്ക് വേണ്ടി സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചില്ലേ? കേവലം പറച്ചിൽ മാത്രമല്ല ഉണ്ടായതല്ലേ? ചരിത്രം നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാൻ കഴിയും, ചരിത്രത്തിലൂടെ കണ്ടോടിച്ചാൽ അറിയാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി, ദീനിന് വേണ്ടി ഉണ്ടായ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ച് അവസാനം ഒരിക്കൽ സ്വതക്ക കൊടുക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കും, മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലെ മത്സരിക്കും, എപ്പോഴും ഒന്നാമൻ ആരായിരിക്കും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇന്ന് എനിക്ക് ഫസ്റ്റ് അടിക്കണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വതക്ക ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ രണ്ടാളും പോയി തിരിച്ചു കൊണ്ടുവന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു വലിയ സമ്പത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ തന്നെ ആയിരിക്കും ഫസ്റ്റ് എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ നോക്കിയിട്ട് പറഞ്ഞു, അബൂബക്കറെ, വീട്ടിൽ എന്താണ് ഇനി ബാക്കി വെച്ചിട്ടുള്ളത്? കൊണ്ടുവന്നല്ലോ, ഞാൻ ആവശ്യപ്പെട്ടപ്പോ അങ്ങ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നല്ലോ. അങ്ങേക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കലാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുമ്പോ എന്താണ് ഇനി വീട്ടിൽ ബാക്കി വെച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ വീട്ടിലൊന്നും ബാക്കി വെച്ചിട്ടില്ല, എന്റെ റസൂൽ മാത്രമാണ് എന്റെ വീട്ടിലുള്ളത്. വീട്ടിലൊന്നും ബാക്കിയില്ല, മുഴുവൻ കൊണ്ടുവന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സമ്പത്തിന്റെ പകുതി വീട്ടിൽ വെച്ചിട്ടാണ് വന്നത്. അപ്പോഴും ഫസ്റ്റ് അടിച്ചു ആര്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, അത്രയധികം അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി നിലകൊണ്ട മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. സിദ്ദീഖ് തങ്ങളെ കുറിച്ച് പാടിയ തീരാത്ത അത്ര മദ്ഹ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് തന്നെ മാത്രമുണ്ട്. നമുക്ക് സിദ്ദീഖ് തങ്ങൾ ഒരു ചെറിയ ഗാനം ആലപിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്രയധികം സ്നേഹിച്ച ഒരു സഹാബി, നബി തങ്ങൾക്ക് വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്തൊരു അനുയായി. മദീനയിലേക്കുള്ള പലായനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുയായികളിൽ തെരഞ്ഞെടുത്ത സിദ്ദീഖ് തങ്ങളെയാണ്. അല്ലാഹ് എന്ന നാമം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ചിന്ത, ഇത് രണ്ടുമായിരുന്നു സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. മദ്യം കുടിച്ചിരുന്ന നാട്ടിൽ, മദ്യപാനികളായ ഒരു സമൂഹത്തിനിടയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്യത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ല. എന്നാൽ അതേപോലെ മദ്യത്തിന്റെ രുചി അറിയാത്ത ഒരു സ്വഹാബി ഉണ്ടെങ്കിൽ അതാരാണ്? അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. അല്ലാഹ് എന്നാളുമാ തിരുമന്ത്രം എന്നു മോദി നടന്നോര് എല്ലാം ഈലാഹ തിരുപെരിയോനി അർപ്പിച്ചുള്ളോര് സമർപ്പിച്ചുള്ളോര്. അല്ലാഹ് എന്നാളുമാ തിരുമന്ത്രം എന്നു മോദി നടന്നോര് എല്ലാം ഈലാഹ തിരുപെരിയോനി അർപ്പിച്ചുള്ളോര് സമർപ്പിച്ചുള്ളോര്.
പോരുൾ തന്നെടുത്തല്ലോ ഈ റസൂലിനാദ്യത്തെ സതീർത്ഥ്യനായി ചേർന്നല്ലോ. ജഹലിന്റെ ഇരുളിൽ നിന്നവർ പൊളി കണ്ടല്ലോ. ജന്നാത്തിൻ വഴി കൊള്ളേ അബൂബക്കർ ചെന്നല്ലോ. അഹങ്കാരത്തിലുവെറി മൂത്തവർ നാട്ടിൽ കുഫറിൻ കൂട്ടങ്ങൾ അന്ന് അതിൽ നിന്ന് സലാമത്ത് പൂകിയ അബൂബക്കർ അല്ലാഹ് എന്നാളുമാ തിരുമന്ത്രം എന്നു മോദി നടന്നോര് എല്ലാം ഈലാഹതിരുപരിയോനെ അർപ്പിച്ചുള്ളോര് സമർപ്പിച്ചുള്ളോര്. ജിഹാദിലും മനസ്സിനോരിളക്കവും തട്ടാതെ ജലാലിന്റെ ദീനിനെ കാക്കുന്ന മുത്താണേ. പരീക്ഷണം പലതിലും പതറാത്ത സുഫിയാണേ. പരിപൂർണരായുള്ള സിദ്ദീഖെന്ന പൂവാണേ. സുബ്ഹാൻ അവനേറ്റമേറ്റം മുഹിബ്ബ് വാരിച്ചൊരിഞ്ഞോര് ഖുലഫാഉർ റാഷിദീങ്ങളിലേറെ മികച്ചോര് അബൂബക്കർ സിദ്ദീഖോ. അല്ലാഹ് എന്നാളും തിരുമന്ത്രം എന്നു മോദി നടന്നോര് എല്ലാം ഈലാഹതിരുപരിയോനെ അർപ്പിച്ചുള്ളോര് സമർപ്പിച്ചുള്ളോര്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ട സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഇൻഷാ അല്ലാഹ് സമയം വൈകുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊരു പരീക്ഷണങ്ങളുടെ നടുവിലൂടെയാണ് യാത്ര ചെയ്തത് നമ്മൾ നോക്കണം. മുത്തുനബിയുടെ കഥനങ്ങൾ, മുത്തുനബിയുടെ വിഷമങ്ങൾ, മുത്തുനബിയുടെ സങ്കടങ്ങൾ നമ്മുടെ സങ്കടങ്ങളായി മാറണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിലോകത്തിൽ ജനിച്ചു വീഴുന്നതിന് മുമ്പ് തന്നെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ചത് നമുക്കറിയാം. യതീമായിട്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമുണ്ടായത്. എന്നാൽ പിതാവില്ലാതെ ജീവിച്ച് ഏതാനും നാളുകൾ കഴിഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് വരെയെങ്കിലും പ്രിയപ്പെട്ട ഉമ്മയുടെ, പ്രിയപ്പെട്ട മാതാവിന്റെ സ്നേഹമസരണമായ പെരുമാറ്റവും തലോടലും ലാളനയും അനുഭവിക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചോ? ഇല്ല. മദീന നമുക്കും നൽകുന്ന വലിയൊരു മെസ്സേജാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് മക്കത്താണ്. എന്നാൽ മദീനയെ പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, മദീനയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയുടെ ഖബറുണ്ട്. മുത്തുനബിയുടെ ഉപ്പ പ്രിയപ്പെട്ട അബ്ദുള്ളയുടെ ഖബർ എവിടെയാണ്? മദീനയിലാണ്. 6ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് എന്ന ആ ചെറിയ കുട്ടിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈപിടിച്ചുകൊണ്ട് ആമിന ബീവി മദീനയിൽ പോകുന്നുണ്ട്. ഒരുപക്ഷെ മുമ്പെന്തോ ഒരു നിയോഗം പോലെയാകാം ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആമിന ബീവി മദീനയിൽ പോകുന്നത്. മദീനയിൽ ചെന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്തു. അവിടെ നിന്ന് മടങ്ങുന്ന സമയത്താണല്ലോ, അവിടെ നിന്ന് പിരിയുന്ന സമയത്താണല്ലോ പ്രിയപ്പെട്ട ഉമ്മയുടെയും മരണം ഉണ്ടാകുന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിലേക്ക് വരാം. എന്നാൽ അബവാഹ് നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരിടമാണ്. അബവാഹ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മുത്തുനബിയുടെ സങ്കടത്തിന്റെ, ഒറ്റപ്പെടലിന്റെ, വ്യസനത്തിന്റെ, വിഷമത്തിന്റെ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒന്നുമില്ലാത്തവനായി ഉപ്പ നഷ്ടപ്പെട്ടു പോയ വേദനയിൽ ഉമ്മയെന്ന സ്നേഹത്തിന്റെ തലോടലും ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നിടത്തുനിന്ന് ഉമ്മയും നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലത്തിന്റെ പേരാണല്ലോ അബവാഹ്. പ്രിയപ്പെട്ട
ആ ഒരു ഉമ്മയുടെ വിയോഗം വല്ലാത്ത സങ്കടം നിറഞ്ഞതാണ്. അപവാദേശത്ത് ആമിന ബീവി അന്ത്യസമയത്ത് അവരന്ന് തേങ്ങി. അപവാദേശത്ത് ആമിന ബീവി അന്ത്യസമയത്ത് അവരന്ന് തേങ്ങി. ആരോരുമില്ല ഈ പൈതലിന്, ആരാര് തുണയേകും തമ്പുരാനെ. ആരോരുമില്ല ഈ പൈതലിന്, ആരാര് തുണയേകും തമ്പുരാനെ. ആരാര് തുണയേകും തമ്പുരാനെ. അപവാദേശത്ത് ആമിന ബീവി അന്ത്യസമയത്ത് അവരന്ന് തേങ്ങി. എട്ടും തൊട്ടും തിരിയാത്ത പൈതൽ, എവിടെയും ആശ്രയം കാണാത്ത തെന്നൽ. എട്ടും തൊട്ടും തിരിയാത്ത പൈതൽ, എവിടെയും ആശ്രയം കാണാത്ത തെന്നൽ. എല്ലാം വിധിച്ചുള്ള നാഥാ നീ കണ്ടോ, ഏറെ പ്രയാസമീ വാക്കുകൾ കേട്ടോ. ഏറെ പ്രയാസമീ വാക്കുകൾ കേട്ടോ. അപവാദേശത്ത് ആമിന ബീവി അന്ത്യസമയത്ത് അവരന്ന് തേങ്ങി. ഉപ്പാ ഉപ്പാ എന്നൊന്ന് വിളിക്കാൻ ഉടനെ അടക്കി പിടിച്ച് കരയാൻ. ഉപ്പാ ഉപ്പാ എന്നൊന്ന് വിളിക്കാൻ ഉടനെ അടക്കി പിടിച്ച് കരയാൻ. ഉടയവൻ നൽകിയ ഉമ്മയും പോയോ, പാവം ഈ ബാലൻ അനാഥനായി തീർന്നു. പാവം ഈ ബാലൻ അനാഥനായി തീർന്നു. അപവാദേശത്ത് ആമിന ബീവി അന്ത്യസമയത്ത് അവരന്ന് തേങ്ങി. കുഞ്ഞിക്കോരുന്നിനെ നിന്നിൽ തന്നോട്ടെ, കാരുണ്യത്തിൻ തീരം തേടി ഞാൻ പോട്ടെ. കുഞ്ഞിക്കോരുന്നിനെ നിന്നിൽ തന്നോട്ടെ, കാരുണ്യത്തിൻ തീരം തേടി ഞാൻ പോട്ടെ. കണ്ണീരിൽ ചാലിച്ച മുത്തം നൽകട്ടെ, കഥന കഥകൾ ഞാനിവിടെ വച്ചോട്ടെ. കഥന കഥകൾ ഞാനിവിടെ വച്ചോട്ടെ. അപവാദേശത്ത് ആമിന ബീവി അന്ത്യസമയത്ത് അവരന്ന് തേങ്ങി. ആരോരുമില്ല ഈ പൈതലിന്, ആരാര് തുണയേകും തമ്പുരാനെ. ആരോരുമില്ല ഈ പൈതലിന്, ആരാര് തുണയേകും തമ്പുരാനെ. ആരാര് തുണയേകും തമ്പുരാനെ. ഇതൊരു സമയം ആ ഒരു വരികളിലൂടെ നമ്മളിങ്ങനെ മനസ്സ് കൊണ്ടുപോയാൽ ആരാരുമില്ലാത്തൊരവസ്ഥയിലേക്ക് മുത്തുനബി മാറിയതും 6 വയസ്സിൽ ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടു പോയ അവസ്ഥയെ നമ്മൾ മനസ്സിൽ കണ്ടാൽ പിന്നീടുള്ള ജീവിതത്തിലൊക്കെ ദുരിതങ്ങൾ ഒരുപാട് അനുഭവിച്ച് മദീനയിൽ വന്നു. ആ ഒരു ദുരിതങ്ങളുടെ വിഷമങ്ങളുടെയൊക്കെ പര്യവസാനം മുത്തുനബി മദീനയിൽ വന്നപ്പോഴാണ് കുറേയധികം മാറുന്നത്. അതാണ് മദീനയ്ക്ക് പുണ്യം. നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി മക്കയിൽ ജനിച്ചിട്ട് മദീനയിൽ പിന്നെ റസൂലുള്ളാഹിന്റെ റൗദ വരാനുള്ള കാരണം. അത് അല്ലാഹുവിന്റെ നിശ്ചയമാണ്. പക്ഷെ ആ നിശ്ചയത്തിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്, ഒരു സംഭവമുണ്ട്, ഒരു ആവിഷ്കാരമുണ്ട്. ഒരു പക്ഷെ നിങ്ങളത് ഇതുവരെ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല.
റസൂലുള്ളാഹി തങ്ങളുടെ മഖ്ബറ അല്ലെങ്കിൽ ആ ഒരു പുണ്യമാക്കപ്പെട്ട ശരീരം മറവ് ചെയ്യപ്പെട്ടത് മക്കയിലായിരുന്നുവെങ്കിൽ നമ്മളുടെ നിർബന്ധമായ അമലുകളുടെ ഭാഗമായി, അതായത് ഇന്ത്യൻ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നാട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്ത് ഹജ്ജ് ഉദ്ദേശിച്ച് കഅബ ഉദ്ദേശിച്ചിട്ടാണ് മക്കയിലേക്ക് എന്ത് ചെയ്യാൻ യാത്ര പോകുന്നത്, അല്ലേ? അതെ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹജ്ജ് കഴിഞ്ഞ് ഉദ്ദേശിക്കലുണ്ടാവുള്ളൂ. എവിടെ? ഒന്നാമത്തെ പ്രയോറിറ്റി ഹജ്ജിനായിരിക്കും, കഅബക്കായിരിക്കും, പിന്നെ റസൂലുള്ളാഹി വരെ എവിടെ തന്നെ ഉണ്ടാവാം. പക്ഷെ മദീനയിലായതുകൊണ്ട് എന്തായി? മക്കയിൽ ചെന്നു, ഹജ്ജ് ചെയ്തു, എല്ലാം കഴിഞ്ഞു, ഇനി മദീനയിലേക്കൊന്ന് പോകണം. എന്റെ കാരണം എന്റെ കടലിന്റെ കഷ്ടമായ മുത്തുനബി അവിടെയാണുള്ളത്. ഇനി മറ്റൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്ര പോവാണ്. മക്കയിൽ പോയി ഹജ്ജൊക്കെ ചെയ്തു, പക്ഷെ എന്നാലും അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് എന്റെ ഹബീബ് അന്തിവിശ്രമം കൊള്ളുന്ന മദീനയെ ഒന്ന് കാണണം, മദീനയെ ഒന്ന് ചെല്ലണം, മദീനയെ ഒന്ന് പുൽകണം. മദീനയെ ആഗ്രഹിച്ച് നിയത്ത് ചെയ്ത് പ്രത്യേകം മനസ്സിൽ കൊതിച്ച് നമ്മളൊക്കെ അവിടെ ചെല്ലണം. ഒരു പക്ഷെ ചില ആളുകൾ ഇവിടെ നിന്ന് നേരെ റബീഉൽ ഉംറയ്ക്ക് പോയവരൊക്കെ ആദ്യം നമ്മുടെ പോയ മദീനയിലേക്കാണ് പോയത്. കാരണം പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ആ 12ന്റെ അടുത്ത ദിവസങ്ങളിൽ മദീനയിൽ ഒന്ന് എത്തിപ്പെട്ടാൽ, കാരണം ഇത് മദീനയെ ലക്ഷ്യം വെച്ച് തന്നെ യാത്ര പോകും. ആ സമയത്ത് മക്കത്താണ് റസൂലുള്ളാഹി തങ്ങളുടെ റൗദ ഉള്ളതെങ്കിൽ, അതായത് മറവ് ചെയ്യപ്പെട്ട മക്കാം ഉള്ളതെങ്കിൽ റസൂലുള്ളാഹി തങ്ങളെ ലക്ഷ്യം വെച്ച് പോകുന്നവരുണ്ടാവില്ല. മദീനയിലായതുകൊണ്ട് പ്രത്യേകമായ മറ്റൊരു ലക്ഷ്യം, മറ്റൊരു നിയ്യത്ത്, മറ്റൊരു താല്പര്യം മദീനയിലേക്ക് യാത്ര ചെയ്യാൻ ഉണ്ടായിത്തീർന്നു എന്നുള്ളതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകമായ ഒരു അവസ്ഥയിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതാണ്. നമ്മുടെയൊക്കെ മനസ്സകം മദീനയിലൊന്ന് പോകാൻ കൊതിക്കണം. മദീനയിലൊന്ന് പോയിടണം, മനസ്സ് തുറന്നു കരഞ്ഞിടണം, പതിയെ സലാം ചൊല്ലിടണം, പരിച്ചൻ അൽബ് നൽകിടണം. മദീനയിലൊന്ന് പോയിടണം, മനസ്സ് തുറന്നു കരഞ്ഞിടണം, പതിയെ സലാം ചൊല്ലിടണം, പരിച്ചൻ അൽബ് നൽകിടണം. മദീനയിൽ പോകാനുള്ള യോഗ്യത, റസൂലുള്ളാഹി തങ്ങളുടെ റൗദ സന്ദർശിക്കാനുള്ള വല്ല ക്വാളിറ്റി നമുക്കുണ്ടോ? ഉണ്ടോ? ഹറാമ് കണ്ട കണ്ണല്ലേ നമ്മളേത്? ഹറാമ് കേട്ട കാതല്ലേ നമ്മളുടേത്? ഹറാമ് ചിന്തിച്ച ഹൃദയമല്ലേ പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത്? എന്നാലും മുത്തുനബി നമ്മൾക്ക് വേണ്ടി മാപ്പ് നൽകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയൊന്ന് റൗദയൊന്ന് സിയാറത്ത് ചെയ്യാൻ, ആ മണ്ണിലൊന്ന് എത്തിപ്പെടാൻ കൊതിക്കാത്തവരുണ്ടാകരുത്. ആ റസൂലുള്ളാഹി തങ്ങളുടെ മദീനയ്ക്ക് വേണ്ടി, ആ റൗദയിൽ എത്തിപ്പെടാൻ വേണ്ടി പ്രാർത്ഥന മനസ്സോടെ നമുക്ക് തേടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാരെ നടത്തിയിടല്ല, ഇവനൊരു തൗബ തരുമോ യാ ശഫീഅല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. ഇരുളാം ഖബറന്നെ കാത്തിരിപ്പുണ്ട്, ഇവനൊരു മയ്യിത്താവും നാളകും ഉണ്ട്, മുത്തിൻ തുണയല്ലാതെന്തിവർക്കുണ്ട്, മുന്തും മത് പാടി ശിവാറും പൂണ്ട്. ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാരെ നടത്തിയിടല്ല, ഇവനൊരു തൗബ തരുമോ യാ ശഫീഅല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്.
ഒന്നു കണ്ട് തെളിയാനാണ് നരകക്കുണ്ടിലെറിയും പേടികൊണ്ടാണ് മദ്ഹാൽ പൊറുക്കാത്ത പിശകളില്ല മലരിൻ മദദിന് പരിധിയില്ല മദിഹിൽ ഹരം പൂണ്ട ഫഖീറാനല്ലാഹ് മദനി ഫുതുഹാത്തിൽ ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ് ഇനിയും പാപമാരെ നടത്തിയില്ല അല്ലാഹുവിന്റെ റസൂലിന്റെ റൗദ സിയാറത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് കുറച്ച് സ്വലാത്തുകൾ ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാഹ് വന്ന് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് ഹൃദയത്തിൽ തേടണം റൗദയൊന്ന് കാണാൻ, റൗദയൊന്ന് സന്ദർശിക്കാൻ. അവിടുത്തെ പച്ചക്കുപ്പയുടെ ആ മുറ്റത്ത് ചെന്ന് നിന്ന് ഹൃദയം തുടിച്ച് കണ്ണു നിറച്ച് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നൊന്ന് സലാം പറയാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എഴുന്നേറ്റ് നിന്നാട്ട് നമ്മൾ മനസ്സുകൊണ്ട് റൗദയിലാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ച് ഈ പ്രയാസപ്പെട്ട പിന്നെ അവിടെ നിന്ന് ആ മദീന പച്ചക്കുപ്പക്ക് താഴെ മനോഹരമായ ആ വെള്ളക്കൊട്ടാരത്തിന്റെ മുറ്റത്താണ് നമ്മൾ ഏവരും നിൽക്കുന്നത് എന്ന ചിന്തയോടെ ഇൻഷാ അല്ലാഹ് മുത്തുനബിയുടെ മദ്ഹ് പറഞ്ഞ് നമ്മുടെ സ്വലാത്തും സലാമും എല്ലാം നമ്മൾ പിന്നെ റസൂലുള്ളാഹിന്റെ